രാവിലെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധികൾ ചേരുകയായിരുന്നു. മഴയുടെ കാഴ്ചകളുമായിട്ടാണ് ചേർന്നത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ഇപ്പോഴും പ്രേക്ഷകർ പലയിടത്തെ കമന്റ് ചെയ്യുന്നു. കോട്ടയത്ത് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുവെന്ന് ഷാഹു ഹമീദ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. സീതാലക്ഷ്മി സാരമില്ല, കാരണഭൂതത്തിനോട് പറയൂ, എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോൾ ആജ്ഞ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊച്ചിയിലെ വെള്ളക്കെട്ടിന്റെ സാഹചര്യമാണ്. ഈ കോർപ്പറേഷനൊക്കെ പലപ്പോഴും ഒരു പരിധി വിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഈ വെള്ളത്തിന്റെ ഫ്ലോ ഉറപ്പാക്കുന്ന തരത്തിൽ ആ ഒരു സാഹചര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളെങ്കിലും നടന്നിരുന്നോ കൊച്ചിയിൽ? ഒന്നും നടന്നിട്ടില്ല എൽദോ. ശരിക്കും മഴയ്ക്ക് ഇപ്പോൾ കുറെ കാലമായി ഉണ്ടായിരുന്ന ചൂട് കൊണ്ട് ഘനീഭവിച്ച ഒരു മഴ പെയ്തിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. നമ്മൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അതോറിറ്റിക്ക് അതിനെപ്പറ്റി കൃത്യമായ ബോധമുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കഠിനമായ മഴ വരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊരു നിരീക്ഷണമുണ്ട്. മഴ വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നപ്പോൾ പോലും അങ്ങേയറ്റം തീവ്രമായ മഴ പെയ്യും എന്നൊരു നിരീക്ഷണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് എന്നൊരു അറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊന്നും ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണിച്ചു കൂട്ടിയതല്ലാതെ ഈ പറയുന്ന ഈ മനുഷ്യരെ ദുരിതത്തിലാകും, അതല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകും, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊച്ചി പോകും, കൊച്ചി എന്നുള്ളതല്ല കേരളം പോകുമെന്നുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, പകർച്ചവ്യാധിയാണ്, മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തത്തിന്റെ തീവ്രത ഇപ്പോൾ 211 മേലെ ആളുകൾ മഞ്ഞപ്പിത്തം ബാധിച്ച് വിവിധ ആശുപത്രികളിലാണ്. ഈ ഒരു സാഹചര്യം പോലും കൊച്ചിയിൽ ഉണ്ടായിട്ട് പോലും അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന വീഴ്ചകളാണ്. മഴ തീവ്രമായി പെയ്തതിനെ നേരിടാൻ ഒരുപക്ഷെ നമുക്ക് പ്രകൃതി അത്ര കണ്ട് ദുരന്തങ്ങളെ അത്ര കണ്ട് നേരിടാൻ പറ്റും. പക്ഷെ ഇത്തരം മഴക്കാലങ്ങളെ അത് മുന്നൊരുക്കത്തോടെ തയ്യാറെടുക്കാൻ നമുക്ക് കഴിയാത്തത് ഒരു പരാജയം തന്നെയായിട്ട് വേണം കണക്കാക്കാൻ എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. കുറച്ചു കാലമായി ഇവിടെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്തുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോഴും റോഡ് ഏരിയയിലൊക്കെ മാലിന്യങ്ങളാണ്. പലയിടത്തും മാലിന്യങ്ങൾ. ഇപ്പോൾ ഹരിത കർമ്മസേന വന്ന് മാലിന്യം കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രാവിലെ അവരവരുടെ ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ പല ഇടങ്ങളിലും 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും ഉദ്ദേശിച്ച് ഭക്ഷണ മാലിന്യം പോലും എടുക്കാൻ വരുന്ന ഒരു സാഹചര്യമുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ സെർവ് ചെയ്ത് വെക്കേണ്ടുന്ന ഒരു സാഹചര്യം. അങ്ങനെ പോലുമുള്ള ആളുകൾ അതിനകത്ത് കർമ്മനിരതരല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി കൊച്ചിയിലുണ്ട്. അത് അതിഭീകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് നാട്ടുമ്പുറങ്ങളിലെ പോലെ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള സാഹചര്യമൊന്നും കൊച്ചിയിലില്ല. എല്ലാവരും ഫ്ലാറ്റുകളിലും അതല്ലെങ്കിൽ പല വീടുകളും അപ്സ്റ്റെയറുകളിലും അല്ലെങ്കിൽ പറമ്പില്ലാത്ത മുറ്റമില്ലാത്ത വീടുകളും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണം നേരിട്ട് നടക്കാത്തതിൻ്റെ എല്ലാ തീവ്രതയും എല്ലാ രൂക്ഷതയും ഇപ്പോൾ ഈ മഴക്കാലത്ത് അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അത് എത്രമാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും അതിന് എന്താണ് പറയുക, ഈ പറഞ്ഞ ജനങ്ങളുടെ ദുരിതത്തിന് മറ്റ് വഴികളില്ല. എന്നാലും രാജേഷ് ഹരിദാസ് ഫേസ്ബുക്കിൽ പറയാണ്, വിവരവും കാഴ്ചപ്പാടുമുള്ള ആളുകൾ കുറവാണ് നമ്മുടെ നേതൃത്വത്തിൽ എന്ന്.